ഇന്ന് ഞാനും ആദർശേട്ടനും പോയിട്ട് നമ്മുടെ ഗർഭിണികൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുമല്ലോ അതിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം ഇരുന്ന് മാങ്ങ ചെത്തി തിന്നാ കേട്ടോ. ഇത് അഞ്ചുന്റെ വീട്ടിൽ നിന്ന് നമുക്ക് മാങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല മധുരമുള്ള മൂവാണ്ട മാങ്ങയായിരുന്നു കേട്ടോ. അപ്പൊ അതിരുന്ന് കഴിക്കട്ടാ. പിന്നെ മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടന് മരുന്ന് കുടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. നാളെ ഛർദി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 3 ദിവസത്തെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇത് അവിടെ ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പൊ അമ്മ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കിടന്ന റൂം ഞാനിത് വൃത്തിയാക്കട്ടെ. പിന്നെ ഇതേ പുതപ്പൊക്കെ എടുത്ത് മടക്കി വെക്കാനട്ടോ. അങ്ങനെ ഇതേ റൂം ക്ലീൻ ചെയ്യേണ്ട ഇടയ്ക്കിലാണ് നമ്മുടെ നിത്താരക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ അമ്മ അവളെ എടുത്തിട്ട് അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തിട്ടോ. ഇവിടെ കിടത്തി അവൾ കുറെ നേരം ഇങ്ങനെ ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കൂട്ടോ, എന്തൊക്കെയോ ആലോചിച്ചിട്ട്. പിന്നെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇവിടെ ഇരുന്ന് കളിച്ചോളും, വലിയ അലമ്പില്ലാട്ടാ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പ്രഗ്നൻസി പില്ലോ. ഇതില് കണ്ട അങ്ങോട്ട് ചാട് തന്നെയാണ് അവളുടെ മെയിൻ ഹോബി കേട്ടാ. അങ്ങനെ കുറെ നേരം ഞാൻ ആദർശം അവളെ കളിപ്പിച്ചിരിക്കാനുട്ടാ. പിന്നെ ഇതേ കുട്ടീനെ അവിടെ പിടിച്ച് വെച്ചേക്കാട്ട് അടങ്ങി കിടക്കുക പറഞ്ഞിട്ട്. അപ്പൊ അത് കുറച്ചു നേരം ഫോണൊക്കെ കണ്ടു. പിന്നെ ഇതേ മാമനും മോളും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടാ. ഇവളാച്ചെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കില്ലാത്ത പോലെയാണ് കേട്ടാ. കാരണം ഈ പ്രഗ്നൻസി പില്ലോ കണ്ടു വെച്ചെങ്കിൽ അതിലിരുന്നിട്ട് ഒറ്റ മലക്കല ബാക്കോട്ട്. അപ്പോ അവൾക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല ഇവിടെ ഈ സ്ഥലത്ത് ഇപ്പൊ പ്രഗ്നൻസി പില്ലോ ഉള്ള ഒരു ഓർമ്മയിലേ അവള് ചിലപ്പോൾ ചെമ്മീരിന്റെ മുളക്കൊക്കെ അറിയാം. അപ്പൊ നമ്മളാച്ചെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടാ. പിന്നെ ഇതിലിരുന്നിട്ട് പിന്നെ കുറെ നേരം കളിച്ചോളും, വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. അടഞ്ഞടഞ്ഞടഞ്ഞ് വാതിലടഞ്ഞ് പിന്നെ ഇതേ മാമനും മോളും ഭയങ്കര കഥ പറച്ചിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്ത് പണിയിലാച്ചെങ്കിലും മടക്ക വന്നിട്ട് നിത്താരനെ കളിപ്പിച്ചിട്ട് പോട്ടാ. അങ്ങനെ ഇതേ കുട്ടി അവിടെ കിടക്കാണ്. അപ്പൊ അമ്മ ഒന്ന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് അമ്മ നമ്മുടെ മാളുമ്പോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു. കുട്ടിക്ക് എക്സാം സ്റ്റാർട്ട് ആവാറായി, മോഡലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇതേ പാനിപ്പൂരിയുടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ആദർശേട്ടൻ വേഗം അവിടെ ഇറങ്ങിയിട്ടാ. കാരണം ആദർശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാനിപ്പൂരി, എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ മറ്റേ മസാലപ്പൂരിയോ അങ്ങനെ എന്തോ സംഭവം നമ്മൾ മാളുക്കി കൊടുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് അത് വലിയ ലൈക്ക് ആയില്ല കേട്ടോ. പിന്നെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താ, സാധാ പാനിപ്പൂരി തോന്നുന്നു. ഇത് പിന്നെ ഇന്ത്യയിലത്തെ ബാക്കി ഞാൻ അവർക്ക് തന്നെ കൊടുത്തിട്ട് അവരിന്ന് കഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ആദർശേട്ടന് ഈ പനനൊങ്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടപ്പോൾ ആദർശേട്ടൻ വേഗം വണ്ടി നിർത്തിയിട്ട് ഇത് വാങ്ങിക്കാൻ കേട്ടോ. ഇത് വീട്ടിൽ പോയി കഴിക്കാന്ന് ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് 100 വട്ടം പറഞ്ഞതാട്ടോ. അപ്പൊ ആദർശേട്ടൻ ഇത് കാറിലിരുന്ന് കഴിച്ചേ പറ്റൂ, കാരണം ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ആദർശേട്ടന്. അപ്പൊ ഇതാ കഴിക്കുമ്പോൾ മേത്തു കൂടെ ഒക്കെ വെള്ളം ഒഴിച്ച് ആകെ അലമ്പാവൂട്ടാ. അപ്പൊ വീട്ടിൽ പോയി നമുക്കത് തുണി കളഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാലോ. ഇവിടെ കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി നമ്മുടെ നിത്താരക്കുട്ടീനൊക്കെ എടുത്ത് നടക്കാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.